നമസ്കാരം. നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഓഗസ്റ്റ് മാസം ഫലങ്ങൾ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഓഗസ്റ്റ് മാസം 2025 ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെയാണ് ഓഗസ്റ്റ് മാസം ഉള്ളത്. അതിനാൽ തന്നെ നമ്മൾ നേരിട്ട് നാളിലേക്ക് കിടക്കുന്നു അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിന് ആദിത്യൻ 4ഉം 5ഉം ഭാവങ്ങൾ സഞ്ചരിക്കുന്നാൽ പ്രവൃത്തിയിൽ വെല്ലുവിളികൾ വരാം. സങ്കീർണമായ പ്രവർത്തനങ്ങളെ നേരിട്ടുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് മാത്രമേ പുരോഗതി സാധ്യമാകുകയുള്ളൂ. കാര്യസാധ്യത്തിന് കഠിനാധ്വാനം വേണ്ടിവരും. മനക്ലേശത്തിന് സാധ്യത ഉള്ള ഒരു സമയം കൂടെയാണ്. കുജൻ 6ാമിടത്ത് സഞ്ചരിക്കിയാൽ അധികാരവും സ്ഥാനമാനവും നിലനിർത്താനാവും. എതിർപ്പുകളെ നിരാകരിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു ശക്തി ലഭിക്കുന്നതാണ്. സാങ്കേതിക വിജ്ഞാനം നേടാൻ സന്നദ്ധത വേണ്ട കാലമാണ്. മത്സരങ്ങളിൽ പിന്തള്ളപ്പെടാതെ നോക്കുക. സ്ത്രീകളുടെ പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കാം. നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം ലഭിക്കും. പരോക്ഷ ധനമാർഗങ്ങൾ സാധ്യമായ ഒരു കാലഘട്ടമാണ്. 12ലെ ശനി സഞ്ചാരം ആലസ്യം തരുമെങ്കിലും ക്ഷേത്ര ദർശനത്തോടുകൂടി നമുക്ക് ആ ഒരു ശനിയുടെ ആലസ്യം മറികടക്കാനാകും. തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ, കുടുംബക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തുന്നതോട് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതോടുകൂടി നമുക്ക് ആ തടസ്സങ്ങൾ അശ്വതി നക്ഷത്രത്തിന് സാധ്യമാകും. അടുത്തത് ഭരണി നക്ഷത്രം. കാര്യനിർവഹണത്തിൽ അധികം ശ്രദ്ധിക്കേണ്ട സാഹചര്യം ഉള്ള സമയമാണ്. ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു സമയമാണ്. സ്ഥാപനങ്ങൾ നടത്തുന്നവരാണെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധ സ്ഥാപനത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ധനലാഭം പതിവ് പോലെയാകും. ചെയ്യുന്ന ബിസിനസ്സിൽ ലാഭം ലഭിക്കും. തരക്കേടില്ലാത്ത ലാഭം ലഭിക്കും. എന്നാൽ ചിലവ് അധികമാകും, അത് സൂക്ഷിക്കുക. വീട്ടിൽ ചിലവിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കുക. അത് വളരെ അത്യാവശ്യമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യസാധ്യത്തിനുള്ള സമയമാണ്. എന്തെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും അപേക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നേടിയെടുക്കാൻ കഴിയും. തടസ്സങ്ങളൊക്കെ മാറി അംഗീകാരങ്ങൾ നമ്മൾക്ക് കിട്ടും. പിന്നെ മക്കളുടെ കാര്യത്തിൽ കൈക്കൊള്ളേണ്ട ചില നിലപാടുകൾ തെറ്റിപ്പോകാതെ നോക്കുക. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ദാമ്പത്യ ജീവിതത്തെ വഴക്കിനോ സംഘർഷമോ ഒന്നും ഇടവരാതെ നോക്കുക. ദൂര യാത്രകൾക്കുള്ള സമയമാണ്. ദൂര ക്ഷേത്ര ദർശനങ്ങളോ അല്ലെങ്കിൽ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. വസ്തു വാങ്ങാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. പക്ഷേ അത് നല്ലതുപോലെ പരിശോധിച്ച് ഒരു ജ്യോത്സ്യനെയും സമീപിച്ച് ആ വസ്തു വാങ്ങാൻ പറ്റിയതാണോ എന്ന് നമ്മൾ പ്രശ്നം വെച്ച് നോക്കിയതിന് ശേഷം മാത്രം അഡ്വാൻസ് കൊടുക്കുക, വസ്തു വാങ്ങാനായിട്ട് മുന്നോട്ട് പോകുക. ഇനി കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിന് ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടാനും ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയവും ബിസിനസ്സുകൾക്ക് അനുമതി ലഭിക്കാൻ ഉള്ള സാഹചര്യവും ഒക്കെ ഉള്ള ഒരു സമയമാണ്. സംഘടനാ രംഗത്ത് സ്വാധീനം വർദ്ധിപ്പിക്കുകയും അതുവഴി സംഘടനാ രംഗത്ത് തലപ്പത്ത് വരാനുള്ള ഒരു സമയവുമാണ്. പൊതുവേ മത്സരകാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും പുതിയ കൂട്ടുകെട്ടുകളിൽ ചെന്നപ്പെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം പുതിയ ബിസിനസ്സുകൾ, പങ്കാളിത്തത്തോടുള്ള ബിസിനസ്സുകൾ തുടങ്ങുക. എന്തെങ്കിലും എതിർപ്പുകളെ കേട്ടില്ലെന്ന് നടിക്കും. ഗാർഹിക സാഹചര്യം സമ്മിശ്രമായിരിക്കും. വാഹനത്തിൻ്റെ അറ്റകുറ്റ പണിക്ക് പണം ചിലവാകും. മക്കളുടെ വിവാഹത്തിനും ഉപരിപഠനത്തിനും ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യം വരും. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ പോലെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന വഴി നമ്മൾ ചെറിയ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. പൊതുവേ ഗുണവും ദോഷവും മിക്സഡായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക്. ആ തടസ്സങ്ങൾ നമുക്ക് ക്ഷേത്ര ദർശനം വഴി മറികടക്കാൻ കഴിയുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.